യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് നാം ചൊല്ലുന്ന ഒരു വാചകമാണിത്. ഇത് സ്വർഗം അംഗീകരിച്ച് നമ്മുടെ പാപങ്ങൾ മോചിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. ഇത് നിരന്തരം നാം ചൊല്ലിക്കൊണ്ടേയിരിക്കും. എന്നാൽ തിരുവചനം പാപക്ഷമയ്ക്ക് വേണ്ടി എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമവും പുതിയ നിയമത്തിലും അതിങ്ങനെയാണ് പറയുന്നത്. ഒരുവന് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നതിന് ശേഷമാണ് അവൻ്റെ യാഗം ആരംഭിക്കുന്നത്. ലേവ്യ പുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഒരുവൻ ചെയ്ത പാപത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം അവന് വരുമ്പോൾ അവനൊരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പുരോഹിതൻ്റെ സന്നിധിയിലേക്ക് വരട്ടെ. പുതിയ നിയമം നാം വായിക്കുന്നത്, മുടിയനായ പുത്രൻ അവൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവന് സുബോധം വന്നപ്പോൾ താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമായപ്പോൾ അടുത്ത മിനിറ്റിൽ അവൻ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. പ്രിയരെ, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ വിശുദ്ധീകരണം ആരംഭിക്കുന്നത്. നിങ്ങളും ഇങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേറ്റാൽ, ഒരു കാഷ്വലായിട്ട് അദ്ദേഹം സോറി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ഷമാപണമുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹം എന്നോട് ഇങ്ങനെയായിരുന്നത് പറയേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? ഇതുപോലെ തന്നെ സ്വർഗം ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഒരനുതാപമാണ്. നിങ്ങളുടെ പാപത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടുകൂടെ ഒരനുതാപത്തിൽ നിന്നാണ് നിങ്ങളുടെ വിശുദ്ധീകരണം ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയുടെ ശക്തിയും നിങ്ങളിൽ ആക്ടിവേറ്റ് ആകുന്നത്.